നമസ്കാരം. പാമരൻ്റെ ഗീത 15ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 11ാമത് ശ്ലോകം. നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി. ഇരുഭാഗത്തിൻ്റെയും, അതായത് കൗരവ ഭാഗത്തിൻ്റെയും പാണ്ഡവപക്ഷത്തിൻ്റെയും ശക്തി ദൗർബല്യങ്ങൾ വിലയിരുത്തിയ ശേഷം ദുര്യോധനൻ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി യുദ്ധസന്നാഹത്തിലേക്ക് കടക്കുകയാണ്. ഭീഷ്മരാണ് സേനാനായകനെങ്കിലും കൗരവപക്ഷത്തിൻ്റെ നെടും തൂണാണ് ദുര്യോധനൻ. ആ നിലയ്ക്ക് അദ്ദേഹം തന്നെയാണ് സേനാവിന്യാസം നടത്തേണ്ടതും സമയാസമയം നിർദ്ദേശങ്ങൾ നൽകേണ്ടതും. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദുര്യോധനൻ പിറകോട്ട് മാറുന്നില്ല എന്ന് മാത്രമല്ല, അത് വളരെ നന്നായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. കൗരവപക്ഷത്ത് സൈനികരുടെ എണ്ണം കൂടുതലാണ്, അത് ശരി തന്നെ. പക്ഷെ അവരിൽ ധാരാളം പേർ, മിക്കവാറും എല്ലാവരും തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും യുദ്ധ നൈപുണ്യമോ പരിചയ സമ്പത്തോ ഉള്ളവരല്ല എന്നതാണ് യാഥാർത്ഥ്യം. എണ്ണം പെരുപ്പിച്ച് കാട്ടാനായി തട്ടിക്കൂട്ടി ഒപ്പിച്ച് കൊണ്ടുവന്ന കുറേ അധികം പേരുണ്ട്. അവരൊന്നും യഥാർത്ഥത്തിലുള്ള സൈനികരോ പോരാളികളോ അല്ല. അപ്പം ഇവരെല്ലാം ഒരുമിച്ച് നിർത്താനും ഈ നീക്കങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കാനും ഭീഷ്മർക്ക് മാത്രമേ കഴിയൂ എന്ന് ദുര്യോധനന് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഭീഷ്മർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സൈന്യം 4 പാടുമായി ചിതറിപ്പോകും. അതുകൊണ്ട് തന്നെ ദുര്യോധനൻ ഭീഷ്മരുടെ സുരക്ഷ പ്രധാനമായി കാണുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. അതാണ് ഭീഷ്മമേവാഭിരക്ഷന്തു, ഭീഷ്മരെ രക്ഷിക്കണം. എല്ലാവരും, സർവേഷു എന്ന് പറഞ്ഞാൽ എല്ലാവരും, സ്ഥാനം തെറ്റാതെ യഥാഭാഗം നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ തന്നെ അയനേഷു നിലയുറപ്പിക്കണം എന്നുള്ള വാക്ക് അവസ്ഥിതാഹ, അങ്ങനെയുള്ള ഒരു ആജ്ഞയാണ്, ഉത്തരവാണ് ദുര്യോധനൻ ആദ്യം പുറപ്പെടുവിക്കുന്നത്. ആ ഭാഗം ഒന്നുകൂടെ പറയാം. അത് ഭീഷ്മരുടെ രക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാവരും സ്ഥാനം തെറ്റാതെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ തന്നെ നിലയുറപ്പിക്കണം. ഇതാണ് ദുര്യോധനൻ്റെ ഉത്തരവ്. നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ തന്നെ, യഥാസ്ഥാനങ്ങളിൽ തന്നെ എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? എല്ലാ വ്യൂഹങ്ങളുടെയും കവാടങ്ങൾ, ഗേറ്റ് വേ, അതാണ് ദുര്യോധനൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആ കവാടങ്ങളിൽ തന്നെ അതീവ ജാഗ്രതയോടുകൂടി നിലയുറപ്പിച്ച് എന്ത് വില കൊടുത്തും ഭീഷ്മർക്ക് ഒരു പോറൽ പോലും തട്ടാതെ അദ്ദേഹത്തെ കാത്തുരക്ഷിക്കണം എന്നാണ് ദുര്യോധനൻ്റെ ആഹ്വാനം. ഇപ്പോൾ ഭീഷ്മരെ ആർക്കും തന്നെ പരാജയപ്പെടുത്താനോ വധിക്കാനോ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതെങ്ങനെയാണ് ലഭിച്ചത്? അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ശന്തനുവാണ് ഭീഷ്മർക്ക് ഇച്ഛാമൃത്യു എന്ന വരം നൽകിയത്. ഈ വരപ്രകാരം എപ്പോൾ എങ്ങനെ മരിക്കണമെന്ന് അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം. ഏത് സമയത്ത് മരിക്കണം അതെല്ലാം ഭീഷ്മർക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ എല്ലാവരോടും നേർക്ക് നേർ മുഖാമുഖം നിന്ന് പോരാടാൻ തയ്യാറായി നിൽക്കുന്ന ഭീഷ്മർ ഒരേ ഒരു വ്യക്തിയോട്, പാണ്ഡവപക്ഷത്തുള്ള ഒരേ ഒരു വ്യക്തിയോട് യുദ്ധം ചെയ്യില്ല എന്നുള്ളത് തീർച്ചയാണ്. അതാണ് ശിഖണ്ഡി. എന്തുകൊണ്ടാണ് ശിഖണ്ഡിയുമായി നേർക്കുനേർ യുദ്ധം ചെയ്യാത്തതെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതുകൊണ്ട് പാണ്ഡവർക്ക് ഇതറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പാണ്ഡവർ ഭീഷ്മരെ നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി അറിയാവുന്ന ആളാണ് ദുര്യോധനൻ. അതുകൊണ്ടാണ് ഭീഷ്മരെ മറ്റുള്ളവർ സംരക്ഷിക്കണം എന്ന് ദുര്യോധനൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഭീഷ്മർ യുദ്ധഭൂമിയിൽ ഉള്ളിടത്തോളം, കൗരവപക്ഷത്ത് ശക്തമായി നിലയുറപ്പിക്കുന്നിടത്തോളം കാലം കൗരവർ പരാജയപ്പെടില്ല എന്നുള്ള ഉറപ്പാണ്. അഥവാ ഭീഷ്മർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അങ്ങനെ സംഭവിച്ചാൽ പിന്നെ വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്പോൾ ഫുട്ബോളിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, എതിർ ടീമിൽ ഏറ്റവും ആക്രമണകാരിയും അപകടകാരിയുമായ ഒരു ഫോർവേഡ് ഉണ്ടെങ്കിൽ
ആ ഫോർവേഡ് കളിക്കുന്ന ആ കളിക്കാരനെ പ്രത്യേകം ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒരടി പോലും മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കത്തിന് തടയിടാൻ, വേണ്ടി വന്നാൽ ഫൗൾ ചെയ്തു പോലും വേണമെങ്കിൽ തടയിടാനായിട്ട് പ്രത്യേകം കളിക്കാരെ നിയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ. അത്തരം ഒരു നീക്കമാണ് പാണ്ഡവരിൽ നിന്നും ദുര്യോധനൻ പ്രതീക്ഷിക്കുന്നത്. ഭീഷ്മരെ ഇങ്ങനെ പ്രത്യേകം കണ്ട് അദ്ദേഹത്തെ നേരിടാനായിട്ടുള്ള എന്ത് തന്ത്രവും പാണ്ഡവർ പുറത്തെടുക്കും എന്നാണ് ദുര്യോധനൻ പ്രതീക്ഷിക്കുന്നത്. ആ നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രതിരോധ തന്ത്രമാണ് ദുര്യോധനൻ മെനയുന്നത്. ഭീഷ്മരുടെ സുരക്ഷ ബലി കഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കവും ദുര്യോധനൻ നടത്തില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദുര്യോധനൻ്റെ ഒരു തുറുപ്പ് ഗുലാനാണ് ഭീഷ്മർ. ഏത് കുത്തൊഴുക്കിൽ താൻ അകപ്പെട്ടു പോയാലും ഭീഷ്മർ എന്ന് പറയുന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറി രക്ഷപ്പെടാം എന്നാണ് ദുര്യോധനൻ്റെ കണക്കുകൂട്ടൽ. ഇവിടെ മറ്റൊരു വൈരുദ്ധ്യവുമുണ്ട്. ഭീഷ്മർ സർവ്വസൈന്യാധിപനാണ്. എല്ലാ സേനാംഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ആളാണ് സർവ്വസൈന്യാധിപൻ. ഇവിടെ സർവ്വസൈന്യാധിപൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നാണ് ദുര്യോധനൻ നിർദ്ദേശിക്കുന്നത്. ഇത് സൈന്യത്തിൻ്റെ പൊതുവായിട്ടുള്ള ദൗർബല്യത്തെ തന്നെയാണ് കാണിക്കുന്നത്. യുദ്ധം ചെയ്യണോ അതോ സർവ്വസൈന്യാധിപൻ്റെ രക്ഷയ്ക്ക് എത്തണമോ? ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഭീഷ്മർ ശിഖണ്ഡിയുമായി നേരിട്ട് യുദ്ധം ചെയ്യാത്തത് എന്ന് പിന്നീട് പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് വരാം. ശിഖണ്ഡി പൂർവജന്മത്തിൽ കാശി രാജാവിൻ്റെ മൂത്ത മകളായ അംബ എന്ന രാജകുമാരിയായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് 3 രാജകുമാരികൾ, അംബ, അംബിക, അംബാലിക. അപ്പോൾ ഇങ്ങനെ സ്വയംവരത്തിൽ വിജയിച്ച ഭീഷ്മർ അംബയെ ഹസ്തിനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ അതേ ഒരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, ആരെയും വിവാഹം കഴിക്കില്ല എന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അംബയെ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം ഒരു ശപഥം എടുത്തിരിക്കുകയാണല്ലോ, ഭീഷ്മ ശപഥമാണത്. ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ ഈ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരി ആയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ വിചിത്രവീരനോട് അവളെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അംബ എന്ത് പറഞ്ഞു, ഞാൻ മറ്റൊരു രാജാവുമായി പ്രണയത്തിലാണ് എന്ന് ഭീഷ്മരെ അറിയിക്കുകയും ആ രാജാവിൻ്റെ അടുത്തേക്ക് ഭീഷ്മർ വാസ്തവത്തിൽ അംബയെ കൂട്ടി വിടുന്നുണ്ട്. പക്ഷേ ആ രാജാവ് എന്താണ് പറഞ്ഞത്, ശാൽവൻ എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, സ്വയംവരത്തിൽ ഭീഷ്മരാണ് വിജയിച്ചത്, അതുകൊണ്ട് അംബയെ വിവാഹം കഴിക്കാനായിട്ടുള്ള അർഹത ഭീഷ്മർക്കാണ് എന്ന് പറഞ്ഞ് ആ അംബയെ അവിടെ നിന്ന് തിരസ്കരിച്ചു. അപ്പോൾ വലിയ രീതിയിലുള്ള അപമാനമാണല്ലോ അംബയ്ക്ക് നേരിടുന്നത്. മാത്രമല്ല മറ്റൊരു കഥയിൽ പറയുന്നത് ശരിക്കും ഭീഷ്മരോട് തന്നെ ആയിരുന്നു അംബയ്ക്ക് പ്രണയം എന്നും പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു അംബയുടെ ആഗ്രഹം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭീഷ്മരുടെ സ്വന്തം ഗുരുവായിട്ടുള്ള പരശുരാമൻ നേരിട്ട് നിർബന്ധിച്ചിട്ട് പോലും അദ്ദേഹം വിവാഹത്തിന് തയ്യാറായില്ല. അദ്ദേഹത്തിന് വിവാഹം കഴിക്കില്ല എന്നുള്ള ശപഥത്തിൽ നിന്ന് മാറാൻ ഭീഷ്മർ തയ്യാറായില്ല. അങ്ങനെ അംബ വീണ്ടും അപമാനിതയാകുകയാണ്. അപമാനിതയായ അംബ ഒരു പ്രതികാരദാഹിയായി മാറി ഉഗ്ര തപസ് ആരംഭിച്ചു. അങ്ങനെ 12 വർഷം നീണ്ടുനിന്ന ആ ഉഗ്ര തപസ്സിൻ്റെ ഒടുവിൽ അംബയ്ക്ക് മുമ്പിൽ സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് വരം ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. അംബ ചോദിക്കുന്ന വരം ഭീഷ്മരുടെ മരണമാണ്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന വരം ഇതാണ്, അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിക്കും, അതിനുശേഷം ഒരു പുരുഷനായി മാറും, കുരുക്ഷേത്ര യുദ്ധത്തിൽ മഹാരഥിയായി പങ്കെടുത്ത് ഭീഷ്മരെ വധിക്കും എന്ന് ശിവൻ വരം നൽകി. അംബ അടുത്ത ജന്മത്തിന് വേണ്ടി ഒന്നും കാത്തുന്നില്ല. അംബ അഗ്നികുണ്ഡം ചമച്ച് അതിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്, പുതിയൊരു ജന്മത്തിനായി. ആ ജന്മത്തിന് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഭീഷ്മരെ വധിക്കുക, പ്രതികാരം തീർക്കുക. അങ്ങനെ ദ്രുപദ രാജാവിൻ്റെ മകനായി ദ്രൗപദിയുടെ സഹോദരനായ ശിഖണ്ഡിയായി ജനിക്കുകയാണ് അംബ. ഒരു യക്ഷനുമായിട്ടിങ്ങനെ സ്ത്രീത്വം കൈമാറി പുരുഷത്വം മാറി വാങ്ങി എന്നും പറയുന്നുണ്ട്. അപ്പം എന്തായാലും പാണ്ഡവരുടെ 7 അക്ഷൗഹിണി പടകളിൽ ഒന്നിൻ്റെ നായകനായിരുന്നു ശിഖണ്ഡി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പാണ്ഡവർക്ക് 7 അക്ഷൗഹിണി പടയാണുള്ളത്, കൗരവർക്ക് 11 അക്ഷൗഹിണി പടയാണുള്ളത്. ഈ 7 അക്ഷൗഹിണി പടകളിൽ ഒന്നിൻ്റെ നായകനായിരുന്നു ശിഖണ്ഡി. അപ്പം ഉദ്ദേശം ഇതാണ്,
കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മരുമായി ഏറ്റുമുട്ടുക, അദ്ദേഹത്തെ വധിക്കുക, പ്രതികാരം ചെയ്യുക. ഭീഷ്മരാകട്ടെ സ്ത്രീയായി ജനിച്ച ആരുമായും യുദ്ധം ചെയ്യില്ല എന്ന പ്രതിജ്ഞയും എടുത്തിട്ടുണ്ടായിരുന്നു. യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്? യുദ്ധത്തിൻ്റെ 10ാമത്തെ ദിവസം ശിഖണ്ഡിയെ മറയാക്കി അല്ലെങ്കിൽ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി മുന്നോട്ട് നീങ്ങിയ അർജുനന് ഭീഷ്മരുടെ സമീപത്ത് എത്താൻ കഴിഞ്ഞു. ശിഖണ്ഡി മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭീഷ്മർക്ക് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അർജുനൻ തൊടുത്തുവിട്ട 100 കണക്കിന് ശരങ്ങളേറ്റ് ഭീഷ്മർ രഥത്തിൽ നിന്ന് താഴെ വീഴുകയാണ്. ജീവൻ വെടിയുകയാണ്. യുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം അശ്വത്ഥാമവുമായിട്ടുള്ള നേരിട്ടുള്ള വാൾപ്പയറ്റിൽ ശിഖണ്ഡിയും വധിക്കപ്പെട്ടു. ഇങ്ങനെയാണ് കഥ. അപ്പോൾ ഈ കഥയെല്ലാം കേൾക്കുന്ന ഒരാൾക്ക് ഒരു സംശയം കൂടി തോന്നാം. എന്തുകൊണ്ടാണ് ഭീഷ്മർ വിവാഹം കഴിക്കാത്തത്? എന്താണ് അദ്ദേഹം അതിനുവേണ്ടി കഴിക്കാതിരിക്കാനുള്ള ആ ശപഥത്തിൽ ഇത്രമാത്രം അദ്ദേഹം മുറുകെ പിടിക്കുന്നത്? അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഭീഷ്മരുടെ യഥാർത്ഥ പേര് ദേവവ്രതൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവായ ശന്തനു സത്യവതി എന്ന ഒരു സ്ത്രീയിൽ, ഒരു രാജകുമാരിയായിരുന്നു, അവരിൽ അനുരക്തനായി അവളെ വേളി കഴിക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ സത്യവതിയുടെ പിതാവ് ഒരു കണ്ടീഷൻ വെച്ചു. സമ്മതിക്കാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ദേവവ്രതൻ ഒരു മകനുണ്ടല്ലോ, ആ മകനായിരിക്കരുത് അടുത്ത കിരീടാവകാശി. ശന്തനുവിന് താങ്കൾക്ക് സത്യവതിയിൽ വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകാൻ പോകുന്ന മകൻ, ആ മകനായിരിക്കണം കിരീടാവകാശി. അയാൾക്കാണ് രാജ്യഭാരം ലഭിക്കേണ്ടത്. മൂത്ത മകനായ ദേവവ്രതന് രാജ്യഭാരം നൽകാൻ പാടില്ല. അപ്പം ദേവവ്രതൻ ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് അച്ഛൻ്റെ സന്തോഷം മാത്രമാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അച്ഛൻ്റെ ആഗ്രഹം നടക്കട്ടെ. അങ്ങനെ അച്ഛനെ സത്യവതിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ അതിനിങ്ങനെ ഒരു നിബന്ധന ഉണ്ടെങ്കിൽ അതിന് ഞാനും സമ്മതം. അങ്ങനെ അദ്ദേഹം ആ കിരീടം ഒഴിഞ്ഞു കൊടുക്കുകയും ഇനി ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കില്ല, എനിക്ക് മക്കളും ഉണ്ടാവുകയില്ല എന്ന് ഉഗ്ര ശപഥം എടുത്തു. അതാണ് ഭീഷ്മ ശപഥം എന്ന് പറയുന്നത്. അത് ജീവിതത്തിലുടനീളം എടുക്കുക മാത്രമല്ല, പല ആൾക്കാരും ശപഥം എടുക്കും, പക്ഷേ അത് പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവൊക്കെ പറഞ്ഞത് പാലിക്കുകയില്ലല്ലോ. ഇദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹം ജീവിതത്തിലുടനീളം അത് പാലിച്ചു. അങ്ങനെ അടിയുറച്ച ധാർമ്മിക ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. സ്ത്രീകളോട് അങ്ങേയറ്റത്തെ ബഹുമാനമുള്ള ആളായിരുന്നു. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ടാവണം എന്ന് ആഗ്രഹിച്ച, അതിനായിട്ട് പ്രയത്നിച്ച, അതൊരു ജീവിതവ്രതമായി സ്വീകരിച്ച വ്യക്തിയായിരുന്നു. അങ്ങേറ്റം നല്ല ഉത്തമമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമയായിരുന്നു, സംസ്കാര സമ്പന്നനായിരുന്നു ഭീഷ്മർ. അതുകൊണ്ടൊക്കെ തന്നെ ഞാനീ പറഞ്ഞ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഒരു കാരണവശാലും ഒരു സ്ത്രീയുമായോ അല്ലെങ്കിൽ സ്ത്രീയായി ജനിച്ച ശേഷം പുരുഷനായി മാറിയ ഒരാളുമായോ, ശിഖണ്ഡി അങ്ങനെ ജനിച്ചതാണ്. ആദ്യം ജനിച്ചപ്പോൾ സ്ത്രീയായിരുന്നു, പിന്നെ ഒരു യക്ഷനുമായി സ്ത്രീത്വവും പുരുഷത്വവും കൈമാറ്റം ചെയ്താണ് ശിഖണ്ഡി ആയത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞാൻ നേരിട്ടൊരു സ്ത്രീയുമായി ജനിച്ച ശേഷം പുരുഷനായി മാറിയ ഒരാളുമായോ നേരിട്ട് യുദ്ധം ചെയ്യുകയില്ല എന്നുള്ള ഉഗ്രശപഥം ഭീഷ്മർ കൈക്കൊണ്ടു. ഇതൊക്കെയാണ് ഭീഷ്മരുടെ 2 ശപഥങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പം നമ്മൾ ശപഥങ്ങൾ എടുക്കുന്നതിനകത്ത് ഉഗ്രശപഥം, ഭീഷ്മ ശപഥം എന്നുള്ള വാക്ക് തന്നെ ഉണ്ടല്ലോ. അങ്ങനെ പ്രയോഗം തന്നെ നമ്മുടെ ഭാഷയിലുണ്ട്. ഉഗ്രമായ ശപഥം, മാറാത്ത ശപഥത്തിനാണ് അങ്ങനെ പറയുക. അതിന് ഉപോത്ബലകമായിട്ടുള്ള കഥകളാണ് നമ്മളിവിടെ പറഞ്ഞത്. സാധാരണഗതിയിൽ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം പറയുമ്പോൾ ഇങ്ങനത്തെ കഥകളൊന്നും നമ്മൾ ആരും അങ്ങനെ പറയാറില്ല, പറയേണ്ട ആവശ്യമില്ല, നമ്മളങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വിചാരിച്ചത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, ഇപ്പം വേണമെങ്കിൽ ഭീഷ്മർ സ്ത്രീയോട് നേരിട്ട് ഏറ്റുമുട്ടില്ല, ഭീഷ്മർ വിവാഹം കഴിക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകാം. അതിന് പകരം സാധാരണക്കാരെ ആൾക്കാർക്ക് വലിയ ജ്ഞാനമൊന്നും ഈ വിഷയത്തിൽ ഇല്ലാത്തവർക്ക് ഒരു ചെറിയ രീതിയിൽ പഴയ കഥകളിലേക്കും കൂടി വെളിച്ചം വീശട്ടെ എന്നുള്ള ആഗ്രഹത്താലാണ് നമ്മൾ ഈ കഥകളും അതിൻ്റെ ഉപകഥകളുമൊക്കെ ഈ ശ്ലോകത്തോടൊപ്പം പറഞ്ഞത്. അതെല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ജ്ഞാനം എത്തിക്കുക. അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. നിങ്ങളെല്ലാവരും തന്നെ, എല്ലാ പ്രേക്ഷകരും, പ്രിയപ്പെട്ട ശ്രോതാക്കളും ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ആർക്കെങ്കിലും ഇത് പബ്ലിഷ് ചെയ്യുന്ന ദിവസം തന്നെ വാട്സാപ്പിൽ വളരെ പേഴ്സണലായിട്ട് ഇതിൻ്റെ ലിങ്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ 9847076020 എന്ന വാട്സപ്പ് നമ്പറിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി.
നിങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ നേരിട്ട് വാട്സപ്പിൽ ഓരോ ശ്ലോകവും വരുമ്പോൾ അതിൻ്റെ ലിങ്കും ലഭിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ 11ാമത്തെ ശ്ലോകം വരെ എത്തി. അപ്പോൾ നമ്മൾ അടുത്ത 12ാമത്തെ ശ്ലോകം ഉടൻ തന്നെ വരും. അതിനു മുമ്പ് 1 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കിപ്പോൾ അർത്ഥമെല്ലാം അറിയാം. ഏതെങ്കിലും അർത്ഥം അറിഞ്ഞുകൂടെങ്കിൽ മുൻപിലുള്ള ലക്കങ്ങൾ നമുക്ക് ഒന്നുകൂടി കേട്ട് നോക്കാം. എന്തെങ്കിലും നോട്ട് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ആ സംശയത്തിന് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കും. അപ്പം നമുക്ക് ഇത് വെറുതെ കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളിത് പാരായണം ചെയ്യുകയും പദ്യം ചൊല്ലുകയും എല്ലാം ശ്ലോകം നമ്മൾ ചൊല്ലുകയും ഒക്കെ തന്നെ വേണം. ചിലപ്പോൾ സംസ്കൃതവാദം ആയതുകൊണ്ട് ചില പ്രയാസമുണ്ട് എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ മനസ്സിലാവും. അർത്ഥമറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ള ആ ചെറിയ ഭഗവത്ഗീത ഒന്ന് തുറന്നു വെക്കാം. അതിൽ അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 11ാമത്തെ ശ്ലോകം എടുത്ത് അയനേഷു എന്ന് തുടങ്ങുന്ന ശ്ലോകം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കാം. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ഒരിക്കൽ കൂടി ആ ശ്ലോകം ഒന്ന് പാരായണം ചെയ്യാം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവ ഹി. നന്ദി, നമസ്കാരം.